നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത്തം നക്ഷത്രക്കാരുടെ സവിശേഷതയെക്കുറിച്ചും ജന്മനക്ഷത്ര ദോഷപരിഹാരത്തെക്കുറിച്ചുമാണ്. വാനവീഥിയിൽ ആവനാഴി പോലെ കാണപ്പെടുന്ന 5 നക്ഷത്രങ്ങളുടെ സമൂഹമാണ് അത്തം നക്ഷത്രം. കന്നിരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അടയാളം കൈപ്പത്തിയാണ്. സുന്ദരമായ ശരീരം, സവിശേഷമായ ചിരി, കുലീനത്വം, സഹകരിക്കുന്നവർക്കിടയിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കുന്നത്ര വശീകരണശക്തി, ഏതു രംഗത്തും സമർത്ഥമായി പ്രവർത്തിക്കാനുള്ള കഴിവ്, കൗശലം, വാക്സാമർത്ഥ്യം, നല്ല ഓർമ്മശക്തി, വിദ്യാഭാഗ്യം, സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത, ശത്രുക്കളെപ്പോലും സഹായിക്കാൻ തയ്യാറാക്കുന്ന മനസ്സ്, ക്ഷമാശീലം, സദാചാരം തുടങ്ങിയവ അത്തം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കാൻ ഇവർ ഇഷ്ടപ്പെടാറില്ല. ഈ നക്ഷത്രജാതരായ പുരുഷന്മാരിൽ ചിലർക്ക് ലഹരി പദാർത്ഥങ്ങളോടുള്ള അമിതമായ താൽപ്പര്യം ജീവിത പരാജയങ്ങൾക്ക് കാരണമാകാറുണ്ട്. ചന്ദ്രദശയിൽ ജനിക്കുന്ന ഇവരുടെ ബാല്യകാലം അത്ര സുഖകരമായിരിക്കില്ല. രോഗപീഠകൾ തുടർച്ചയായി ഉണ്ടാക്കും. വിദ്യാഭ്യാസപരമായ കാര്യത്തിലും ചില തടസ്സങ്ങൾ ഉണ്ടാക്കും. അതേസമയം 30 വയസ്സിനു ശേഷം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. പക്ഷേ 46 വയസ്സിനു ശേഷം വീണ്ടും ദുരിതാനുഭവങ്ങൾ ഉണ്ടാക്കും. വാർദ്ധക്യകാലത്ത് വാതസംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കും. അത്തം നക്ഷത്രക്കാരുടെ രാശിനാഥൻ ബുധനും ദശാനാഥൻ ചന്ദ്രനും നക്ഷത്രദേവത ആദിത്യനുമാണ്. അത്തം നക്ഷത്രക്കാരുടെ ജനനം ചന്ദ്രദശയിലാണ്. ശരാശരി 5 വയസ്സുവരെ ചന്ദ്രദശയായി കണക്കാക്കാം. തുടർന്ന് 12 വയസ്സുവരെ കുജദശയും 30 വയസ്സുവരെ രാഹുർദശയും 46 വയസ്സ് വരെ വ്യാഴദശയുമാണ്. അതിനുശേഷം 65 വയസ്സുവരെ ശനിയും തുടർന്ന് 17 വർഷം ബുധനും 7 വർഷം കേതുർദശാകാലമാണ്. രാഹു, ശനി, കേതു എന്നീ ദശാകാലങ്ങൾ അത്തം നക്ഷത്രജാതർക്ക് നന്നല്ല. അതിനാൽ ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യണം. ദോഷപരിഹാരാർത്ഥം നിത്യവും ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. അതുവഴി ജന്മ നക്ഷത്രപരമായ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ ജലധാര, കൂവളതളാർച്ചന, കൃഷ്ണന് കദളിപ്പഴം, ദേവീക്ഷേത്രത്തിൽ കടുംപായസം എന്നീ വഴിപാടുകളും നടത്തുക.